ബ്രാഹ്മണ ശ്രേഷ്ഠ, മഹാരാജാവിന്റെ ഒരു ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. രാജാവിന്റെ ദൗത്യമോ? എങ്കിൽ പണം കിട്ടുന്ന കാര്യമായിരിക്കും. പണം കിട്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിന് രാജാവിന് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. കേൾക്കട്ടെ, എന്താണെന്നറിയട്ടെ, എന്നിട്ടാവാം ഒരു തീരുമാനം. ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഒരു യാഗം നടത്താൻ പോകുന്നു. നടത്തട്ടെ. ദക്ഷിണയോ ദാനമോ ഉണ്ടെങ്കിൽ വാങ്ങാൻ ഞാനും വരാം. ദക്ഷിണയും ദാനവും അല്ല വിപ്രസക്തമാ കാര്യം. രാജാവിന്റെ യാഗത്തിന് യാഗധേനുവായി ഒരു ആൺകുട്ടിയെ വേണം. അങ്ങയുടെ 3 മക്കളിൽ ഒരാളെ അതിന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. മക്കളിൽ ഒരുത്തനെ യാഗത്തിന് തന്നാൽ എനിക്കെന്ത് കിട്ടും? ബ്രാഹ്മണകുമാരന് പകരമായി ഞാൻ 50 പശുക്കളെ തരാം. ഒരു ബ്രാഹ്മണകുമാരന്റെ ജീവന് 50 പശുക്കളുടെ വിലയേ ഉള്ളോ? അയോധ്യാധിപന്റെ മന്ത്രിപ്രവരൻ ബ്രാഹ്മണന് അത്രയും വിലയെ കാണുന്നുള്ളോ? ശാന്തം, പാപം. ശരി, അത് കുറവാണെങ്കിൽ 100 പശുക്കൾ. 100 പശുക്കളെ തരാം. അത് മതിയാകുമോ? എന്റെ മന്ത്രിപ്രവര, അങ്ങിപ്പോഴും മാന്ധാതാവിന്റെ കാലത്താണോ ജീവിക്കുന്നത്? അന്ന് പോലും ഒരു ബ്രാഹ്മണകുമാരന് ഇതിലേറെ വില ഉണ്ടായിരുന്നു. ഒറ്റ വില, ഒരു കച്ചവടം, അത് ഞാൻ പറയും. 500 പശുക്കളെ തന്നാൽ ഞാൻ ഒരു പുത്രനെ തരും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? കുമാരനെ കൊലയ്ക്ക് കൊടുക്കാനോ? നീ മിണ്ടരുത്. ഐശ്വര്യം വാതുക്കൽ വന്ന് മാടി വിളിക്കുമ്പോ വാതില് കൊട്ടിയടയ്ക്കാനോ? മന്ത്രിപ്രവര, അങ്ങ് പറയും. 500 പശുക്കളെ തരാൻ അങ്ങ് സന്നദ്ധനാണോ? തരാം. 500 500. മകനെ വിളിക്കൂ. എന്റെ ഇളയ മകൻ ശുനോലാങ്കുലിനെ ഞാൻ തരില്ല. ഭവാന് ധനാർത്ഥി മുഴുത്തെങ്കിൽ മൂത്തവനെയോ മധ്യമനെയോ കൊടുത്ത് ധനം നേടൂ. മൂത്തവൻ എനിക്ക് ഉദകക്രിയ ചെയ്യേണ്ടവനാണ്, അവനെ ഞാൻ തരില്ല. മധ്യമനുണ്ടല്ലോ, ശുനശേഭൻ, അവനെ ഞാൻ തരാം. പിന്നെ പശുവിനോടൊപ്പം ദക്ഷിണയായി ഒരു ഭാരം സ്വർണവും തരണം. തരാം, എന്തും തരാം. ഞങ്ങൾക്കൊരു കുമാരനെ കിട്ടിയാൽ മതി. ശരി, ശുനശേഭന് തരാം. ശുനശേഭ, എടാ ശുനശേഭ. എന്താ അച്ഛാ? നീ എവിടെയാടാ? ഒന്നിങ്ങ് ഓടി വാ. മോനെ ശുനശേഭ, നീ ഈ മന്ത്രിപ്രവരനോടൊപ്പം പോണം. എന്തിനാണ് അച്ഛാ? അവർക്ക് ഏതാണ്ട് യാഗം നടത്താനാ. അതിനെനിക്ക് യാഗം നടത്താൻ അറിയില്ലല്ലോ. നീ യാഗം ഒന്നും നടത്തണ്ട, നിന്നെ ബലി കൊടുത്ത് അവർ യാഗം നടത്തിക്കോളും. എന്നെ ബലി കൊടുത്ത് യാഗം നടത്താന്നു? വേണ്ട വേണ്ട, എനിക്കൊന്നും പോവാൻ വയ്യ. അയ്യോ, അവനെ പിടിച്ചോണേ, അവനെ പിടിക്കണം. എന്നെ വിട്, എന്നെ ബലി കൊടുക്കല്ലേ, എന്നെ വിട്. ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഈ പകൽ എരിഞ്ഞടങ്ങും മുമ്പ് അങ്ങേക്കുള്ള പശുക്കൾ 500 ഇവിടെ എത്തും. നന്ദി മന്ത്രിപ്രവര, നന്ദി. മോനെ ശുനശേഭ, നല്ലോണം പ്രാർത്ഥിച്ചോണം, നല്ലതേ വരൂ. 500 പശുക്കൾ, ഒരു ഭാരം സ്വർണം. നടക്കൂട്ട്. എന്നെ കൊണ്ടുപോയല്ലേ, എന്നെ രക്ഷിക്കണം. ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോയ, എന്നെ കൊണ്ടുപോയ. അയ്യോ അയ്യോ. ദയവായി എന്നെ രക്ഷിക്കൂ. നിൽക്കൂ.
പ്രണാമം മഹർഷേ. പ്രണാമം. ആരാണ് നിങ്ങൾ? ഈ ബ്രാഹ്മണകുമാരനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഞങ്ങൾ അയോധ്യാധിപനായ ഹരിചന്ദ്ര മഹാരാജാവിന്റെ ആജ്ഞ പാലിക്കുകയാണ്. ഞാൻ അയോധ്യയുടെ മന്ത്രിയാണ്. ഈ ബ്രാഹ്മണകുമാരനെ അയോധ്യ രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ. ബ്രാഹ്മണരെ പൂജ ചെയ്ത് ആനയിക്കുന്നതായിരുന്നു അയോധ്യയിലെ രാജാക്കന്മാരുടെ ശീലം. ഹരിചന്ദ്രന്റെ കാലമായപ്പോൾ ആ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞോ? എന്തിനാണ് ഈ കുമാരന്റെ മേൽ ബലപ്രയോഗം? എന്നെ വിട്. മഹർഷി, രക്ഷിക്കണം. ഇവരെന്റെ ബലി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. എന്നോട് കനിവുണ്ടാകണം. ഹേ മന്ത്രി, എന്താണ് ഈ ബ്രാഹ്മണകുമാരൻ പറയുന്നത്? അയോധ്യാധിപൻ ബ്രാഹ്മണരെ ബലി നൽകാനും തുടങ്ങിയോ? പ്രഭു, മഹാരാജ ഹരിചന്ദ്രൻ വരുണദേവന് കൊടുത്തൊരു വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയാണ്. വരുണന് ബ്രാഹ്മണനെ ബലി നൽകാമെന്ന് ഹരിചന്ദ്രൻ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? അല്ല മഹർഷേ, സ്വന്തം പുത്രനെ ബലി നൽകി യാഗം കഴിച്ചുകൊള്ളാമെന്നായിരുന്നു രാജാവിന്റെ വാഗ്ദാനം. പക്ഷേ പുത്രനെ ബലി നൽകാൻ കഴിയാതെ മഹാരാജാവ് മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി ഉപദേശിച്ച ബദൽ മാർഗമായിരുന്നു ഇത്. വസിഷ്ഠ മഹർഷി എന്തു നിർദ്ദേശിച്ചു? ബ്രാഹ്മണനെ ബലി നൽകണമെന്നോ? അല്ല മഹർഷേ, പുത്രനെ വില കൊടുത്തു വാങ്ങാമെന്ന്. അങ്ങനെ മഹാരാജാവിന് വേണ്ടി ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയ പുത്രനാണിവൻ, ശുനശേഫൻ. പുത്രന്റെ സ്ഥാനത്ത് ഇവനെ വരുണന് ബലി നൽകും. കുമാര ശുനശേഫ, ഭീതി വെടിഞ്ഞുള്ളൂ. ഉചിതമായ സമയത്ത് ഈ വിശ്വാമിത്രൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നെത്തിക്കൊള്ളും. പൊയ്ക്കൊള്ളൂ. ധർമ്മസേനാനി, സത്യപാലകൻ, സൂര്യവംശ തിലകം, ഇക്ഷ്വാകുവംശ പ്രദീപം രാജാ ഹരിചന്ദ്രൻ എഴുന്നള്ളുന്നു. മഹാരാജ ഹരിചന്ദ്രൻ വിജയിക്കട്ടെ. പറയൂ മന്ത്രി. പ്രഭു, ഇത് ശുനശേഫൻ, അജീകർത്തൻ എന്ന ബ്രാഹ്മണന്റെ മധ്യമപുത്രൻ. 500 പശുക്കളെ ദാനമായി നൽകി പകരം ഈ ബ്രാഹ്മണകുമാരനെ യാഗത്തിനായി വിലയ്ക്ക് വാങ്ങി മഹാരാജൻ. എങ്കിൽ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. മന്ത്രി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഉത്തരവ് മഹാരാജൻ. എത്രയും വേഗം യാഗം നടക്കണം. ഹരിചന്ദ്ര, ഈ യാഗം നടക്കില്ല. ഇത് വിശ്വാമിത്രന്റെ വാക്കാണ്. സത്യവ്രതൻ എന്ന ത്രിശങ്കുവിനെ, അങ്ങയുടെ പിതാവിനെ ഉടലോടെ സ്വർഗത്തിലേറ്റിയ വിശ്വാമിത്രന്റെ വാക്കാണ്. പ്രണാമ മഹർഷി. അയോധ്യയുടെ രാജധാനിയിലേക്ക്
നിറഞ്ഞ മനസ്സോടെ ഹരിചന്ദ്രൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. നന്ദി മഹാരാജൻ. പക്ഷെ അങ്ങയുടെ ആതിഥ്യം ഭുജിക്കാൻ വന്നതല്ല നാം. പറഞ്ഞാലും മഹർഷി, അങ്ങേക്ക് വേണ്ടി അയോധ്യാധിപനായ ഈ ഹരിചന്ദ്രൻ എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, അങ്ങ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങയുടെ പിതാവിന് വേണ്ടി, അയോധ്യ രാജ്യത്തിനു വേണ്ടി നാം ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അതോർത്താൽ മതി. നാം ഇപ്പോ വന്നത് നിസ്വനും നിരാലംബനുമായ ഈ ബ്രാഹ്മണകുമാരന്റെ രക്ഷയെ കരുതിയിട്ടാണ്. പാവം, ജീവനു വേണ്ടി കേണ് വിലപിക്കുന്നത് കാണുന്നില്ലേ മഹാരാജൻ? ഈ കുമാരനോട് അല്പ സഹതാപം കാണിക്കൂ. ഇവനെ വിട്ടയക്കൂ. ഇല്ലെങ്കിൽ അങ്ങയുടെ യാഗം മുടങ്ങും. ഈ വിശ്വാമിത്രൻ അത് മുടക്കും. എന്താണ് വേണ്ടതെന്ന് ഉടൻ തീരുമാനിക്കണം. പ്രഭു, മഹർഷി, അങ്ങയോട് മത്സരിക്കാൻ ഈ ഹരിചന്ദ്രൻ ആളല്ല. അതിനുള്ള ത്രാണിയുമില്ല. പക്ഷേ ഈ യാഗം നടക്കണം. അതിൽ നിന്ന് പിന്മാറാൻ എനിക്കാവില്ല. ഈ യാഗം വരുണദേവന്റെ കൽപ്പനയാണ്. ആരുടെ കൽപ്പനയുമാകട്ടെ, വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നത് ഈ കുമാരന്റെ ജീവൻ മാത്രമാണ്. അത് രക്ഷിക്കപ്പെടണം. അതിനെന്താ വേണ്ടതെന്ന് അയോധ്യാധിപന് തീരുമാനിക്കാം. പ്രഭു, പുത്രനെ ബലി നൽകി യാഗം നടത്താമെന്ന് ഞാൻ വരുണദേവന് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് ഈ മഹാരോഗം പേറേണ്ടി വന്നത്. അങ്ങീ ബലി മുടക്കിയാൽ ഞാൻ എന്നെന്നും ഈ രോഗം പേറി ജീവിക്കേണ്ടി വരും. കരുണ കാണിക്കണം മഹർഷി. ഹരിചന്ദ്ര മഹാരാജാവേ, അങ്ങ് യാഗം നടത്തിക്കൊള്ളു. ആ യജ്ഞവേദിയിൽ നിന്നും നാം ഈ കുമാരനെ രക്ഷിച്ചുകൊള്ളാം. പക്ഷേ മഹർഷി, യാഗം മുടങ്ങിയാൽ? യാഗം മുടങ്ങില്ല. വിശ്വാമിത്രൻ അത് മുടക്കുന്നില്ല. വരൂ. ശുനശേഭ, വരുണദേവന് വേണ്ടിയാണ് ഈ യാഗം. നിന്നെ ബലി നൽകാൻ ഉദ്ദേശിക്കുന്നതും വരുണദേവനായിട്ടാണ്. അതുകൊണ്ട് നിനക്ക് നാം വരുണമന്ത്രം ഉപദേശിച്ചു തരാം. യജ്ഞധേനുവായി ഇവർ നിന്നെ യൂപത്തിൽ ബന്ധിക്കുമ്പോൾ നീ ആ മന്ത്രം ഉരുക്കഴിക്കണം. അപ്പോൾ വരുണദേവൻ തന്നെ നിന്നെ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ ചെയ്യാം. ദീർഘായുഷ്മാൻ ഭവ. ആരവിടെ? അടിയൻ. ഈ ബ്രാഹ്മണകുമാരനെ കൊണ്ടുപോയി ശ്രേഷ്ഠ ബ്രാഹ്മണർക്ക് ചേർന്ന വിധത്തിൽ സൽക്കരിച്ച് പാർപ്പിക്കൂ.
കൽപ്പന പോലെ മഹാരാജൻ. വരൂ. उदोत्तमं वरुणपाशमस्मदवाधमं विमध्यमग्रश्रिताय अथा वयमादित्यव्रते तवानागसो अदितये स्याम अस्तप्नाद्यामृषभो अन्तरिक्षममिमीतपरिमाणं पृथिव्या आसीदद्विश्वा भुवनानि सम्राट् निश्वेत्तानि वरुणस्य व्रतानि यत्किञ्चेदं वरुणदेव्ये जनेभिर्दोहं मनुष्याश्चरामसि अचिद्धीयत्तव धर्मायुयोऽपि मम നിഷ്കളങ്ക ഭക്തിയും വിനയവും മോഹവിമുക്തമായ ജീവിതശൈലിയും വിശിഷ്ടമായ സമ്പത്തുകൾ തന്നെയാണ്. ഏത് നിർണായക മുഹൂർത്തത്തിലും ഈ നന്മകൾ നമ്മുടെ രക്ഷകരായി തുണയ്ക്കെത്തും.